നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ അസുഖം വരാറുണ്ടല്ലേ? പ്രത്യേകിച്ച് ഇ.എസ്.ഐ അംഗങ്ങളായ നമുക്ക് പെട്ടെന്നൊരു അസുഖം വന്നാൽ ഒരു കൺഫ്യൂഷൻ വരും. ഇപ്പോ ഒ.പിയിൽ കാണിച്ചാൽ മതിയോ അതോ നേരെ എമർജൻസിയിലേക്ക് വിടണോ? ഈ ആശയക്കുഴപ്പം മാറ്റാനും ഇ.എസ്.ഐ സേവനങ്ങൾ നമുക്കേറ്റവും പ്രയോജനകരമായി എങ്ങനെ ഉപയോഗിക്കാമെന്നും വളരെ ലളിതമായി ഒന്ന് മനസ്സിലാക്കാം. അപ്പോ നമുക്ക് തുടങ്ങാം. ഒ.പി.ഡി ആണോ എമർജൻസിയാണോ? ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ഈ മുഴുവൻ ആരോഗ്യ സിസ്റ്റത്തിനും എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നോക്കാം. ശരിയായ തീരുമാനമെടുത്താൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ചികിത്സ കിട്ടും. പിന്നെ അതിലും പ്രധാനമായി അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാർക്ക് ശരിക്കും ജീവന് ഭീഷണിയുള്ള രോഗികളെ നോക്കാൻ സമയം കിട്ടും അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? ആശുപത്രിയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനം തന്നെ നല്ല സ്മൂത്താ. ശരി, അപ്പോ ആദ്യം നമുക്ക് ഒ.പി.ഡിയെ പറ്റി തന്നെ സംസാരിക്കാം. എന്താണ് ഈ ഒ.പി.ഡി? എപ്പോഴാണ് അങ്ങോട്ട് പോകേണ്ടത്? നമ്മുടെ സാധാരണ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമ്മൾ ആദ്യം മുട്ടേണ്ട വാതിലാണിത്. വളരെ സിമ്പിളാണ് സംഭവം. ഒ.പി.ഡി അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇത് ജീവന് അത്ര വലിയ ഭീഷണിയൊന്നുമില്ലാത്ത അസുഖങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സാധാരണ ആശുപത്രി വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡോക്ടറെ കാണാം. അപ്പോൾ എങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് ഒ.പി.ഡിയിലേക്ക് പോകേണ്ടത്? ഒരു സംശയവും വേണ്ട. സാധാരണ പനി, ചുമ, ജലദോഷം, അല്ലെങ്കിൽ തലവേദന, ശരീരവേദന, ചെറിയ വയറുവേദന, ഇതൊക്കെ ഒ.പിയിൽ കാണിച്ചാൽ മതി. അതുപോലെ ബി.പി, ഷുഗറൊക്കെ ചെക്ക് ചെയ്യാനും സ്ഥിരം കഴിക്കുന്ന മരുന്ന് വാങ്ങാനും ചെറിയ മുറിവുകൾക്കുമൊക്കെ നേരെ ഒ.പി.ഡിയിലേക്ക് പോകാം. ഇതിനൊന്നും എമർജൻസിയിലേക്ക് ഓടേണ്ട ഒരു കാര്യമില്ലാട്ടോ. എമർജൻസി അഥവാ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നേരെ തിരിച്ചാണ്. അവിടെ പോകേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ രോഗിയുടെ ജീവന് ഉടനടി ഭീഷണി ഉണ്ടാകുമ്പോഴാണ്. അതായത് സഹിക്കാൻ പറ്റാത്ത നെഞ്ചുവേദന, പെട്ടെന്ന് സംസാരം നിന്നുപോകുന്നത്, അല്ലെങ്കിൽ കൈയും കാലും തളരുന്നത്, ശ്വാസം കിട്ടാത്ത അവസ്ഥ, വലിയ അപകടങ്ങൾ, പാമ്പുകടി, ഇങ്ങനെയുള്ള ഗുരുതരമായ സാഹചര്യങ്ങളിൽ ഒരു നിമിഷം പോലും വൈകിക്കാതെ പോകേണ്ട സ്ഥലമാണ് എമർജൻസി. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം ഇ.എസ്.ഐ സിസ്റ്റത്തിലൂടെ പോകേണ്ട ശരിയായ വഴി ഏതാണ്? ഒരസുഖം വന്നാൽ ചികിത്സ തേടേണ്ട കൃത്യമായ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം, നമ്മളീ പറയുന്ന അടിയന്തരമല്ലാത്ത 90% അസുഖങ്ങൾക്കും ഇതാണ് ശരിയായ വഴി. സ്റ്റെപ്പ് 1, ആദ്യം നിങ്ങളുടെ അടുത്തുള്ള ഡിസ്പെൻസറിയിൽ പോവുക. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് കോൺടാക്റ്റ്. സ്റ്റെപ്പ് 2, അവിടുത്തെ ഡോക്ടർ നിങ്ങളെ പരിശോധിച്ചിട്ട് വിദഗ്ധ ചികിത്സ വേണമെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു റെഫറൽ ലെറ്റർ തരും. എന്നിട്ടേ നിങ്ങൾ ഇ.എസ്.ഐ ആശുപത്രിയിലേക്ക് പോകേണ്ടതുള്ളൂ. ഇ.എസ്.ഐ ഡിസ്പെൻസറിയിലെ ഡോക്ടർ നൽകുന്ന റെഫറൻസ് ഉപയോഗിച്ച് ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് ഒ.പി.ഡിയിൽ പരിശോധനയ്ക്കായി കാണിക്കാവുന്നതാണ്. സ്പെഷ്യലിസ്റ്റ് ഒ.പി.ഡി റെഫറൻസ് നൽകിയിരിക്കുന്ന കാലാവധിക്കുള്ളിൽ തന്നെ പരിശോധന നടത്തണം. ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഒ.പി.ഡിയിൽ ലഭ്യമായിരിക്കുന്ന ദിവസത്തിൽ തന്നെ ഒ.പി.ഡിയിൽ കാണിക്കേണ്ടതാണ്. ആ ദിവസം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ലഭ്യമല്ലെങ്കിൽ അതേ കാര്യത്തിനായി രോഗി കാഷ്വാലിറ്റിയിൽ പോകേണ്ടതില്ല. ഇത് എമർജൻസി അല്ലാത്തതിനാൽ ഡോക്ടർ ലഭ്യമാകുന്ന അടുത്ത ദിവസം ഒ.പി.ഡിയിൽ എത്തേണ്ടതാണ്. സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തിനാണിങ്ങനെ? എന്തുകൊണ്ടാണ് ചിലപ്പോൾ രോഗികളെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചയക്കുന്നത്? ഇത് ഒരുപാട് പേർക്കുള്ള ഒരു പരാതിയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങൾക്ക് ചികിത്സ നിഷേധിക്കുന്നതല്ല. അതിന്റെ കാരണം വളരെ ലളിതമാണ്. ഈയൊരു നടപടിക്രമം ആശുപത്രിയിലെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, എല്ലാവരും ചെറിയ പനിക്കും തലവേദനയ്ക്കുമൊക്കെ നേരെ ആശുപത്രിയിലെ എമർജൻസിയിലേക്ക് ചെന്നാൽ എന്ത് സംഭവിക്കും? അവിടെ ശരിക്കും ഹൃദയാഘാതം വന്ന് കിടക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ വലിയൊരു ആക്സിഡന്റ് പറ്റി വരുന്ന ഒരാൾക്ക് അടിയന്തര ശ്രദ്ധ കൊടുക്കാൻ ഡോക്ടർമാർക്ക് കഴിയാതെ വരും. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് മുൻഗണന കിട്ടാൻ നമ്മളും സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം. ശരിക്കും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. സമയം തന്നെയാണ് അവിടെ ജീവൻ. ഒ.പി രാവിലെ തുറക്കുമല്ലോ, അതുവരെ കാത്തിരിക്കാം എന്ന് വിചാരിക്കുന്നത് അത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തും. അപ്പോ അങ്ങനെ ഒരു എമർജൻസി വന്നാൽ എന്ത് ചെയ്യണം? ടെൻഷൻ അടിക്കണ്ട, നേരെ അടുത്തുള്ള ഇ.എസ്.ഐ ആശുപത്രിയുടെ എമർജൻസിയിലേക്ക് പോവുക. നിങ്ങളുടെ ഇ.എസ്.ഐ കാർഡ് കയ്യിലുണ്ടെങ്കിൽ എടുത്തോ, പക്ഷേ ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ചികിത്സയ്ക്ക് അതൊരു തടസ്സമല്ല. അവിടെ ഏറ്റവും പ്രധാനം ജീവൻ രക്ഷിക്കുക എന്നതാണ്. പേപ്പർ വർക്കും കാര്യങ്ങളുമൊക്കെ അതിനുശേഷം നോക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, അടിയന്തരമല്ലാത്ത ചികിത്സയ്ക്ക് എപ്പോഴും ഡിസ്പെൻസറി അല്ലെങ്കിൽ ഒ.പി.ഡി ഉപയോഗിക്കുക. രണ്ടാമതായി, ജീവനു ഭീഷണിയുള്ള ഗുരുതരമായ സാഹചര്യങ്ങളിൽ മാത്രം എമർജൻസിയിലേക്ക് പോവുക. പിന്നെ ഈ റെഫറൽ തരുന്നത് നമ്മുടെ ആവശ്യകത അനുസരിച്ചാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ അവധി ദിവസങ്ങളിൽ ചെറിയ എന്തെങ്കിലും അസുഖം വന്നാൽ പറ്റുമെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം വരെ ഒന്ന് കാത്തിരിക്കുക. ഇതൊക്കെ വലിയ മാറ്റമുണ്ടാക്കും. കാരണം ഈ സിസ്റ്റം ശരിയായി ഉപയോഗിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഓരോ ശരിയായ തീരുമാനവും ഈ ആരോഗ്യ സംവിധാനത്തെ മൊത്തത്തിൽ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ശരി, ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്.
ചെറിയ അസുഖങ്ങൾക്ക് നമ്മൾ എമർജൻസി സേവനങ്ങൾ ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക? ഇത് നമ്മളെ മാത്രമല്ല മറ്റുള്ളവരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എമർജൻസി വാർഡെന്ന് പറയുന്നത് ഒപിയിലെ ക്യൂ ഒഴിവാക്കാനുള്ള ഒരു കുറുക്കുവഴിയല്ല. നിങ്ങളൊരു ചെറിയ തലവേദനയുമായി എമർജൻസിയിലിരിക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ ഹൃദയാഘാതം വന്ന ഒരാൾക്ക് കിട്ടേണ്ട വിലപ്പെട്ട മിനിറ്റുകളായിരിക്കും നഷ്ടപ്പെടുന്നത്. ഇത് സ്വാഭാവികമായും എമർജൻസിയിലെ ഡോക്ടർമാർക്ക് വലിയ സമ്മർദ്ദമുണ്ടാക്കും. അവസാനം എന്തുപറ്റും? ശരിക്കും അസുഖമുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും വെയിറ്റിംഗ് ടൈം കൂടും. ഇനി ESI സേവനങ്ങളെക്കുറിച്ച് നമുക്കിടയിൽ സാധാരണയായി കേൾക്കുന്ന ചില തെറ്റിദ്ധാരണകളുണ്ട്. നമുക്കതൊന്ന് പൊളിച്ചെഴുതാം. എന്താണ് സത്യം, എന്താണ് മിഥ്യ എന്ന് നോക്കാം. ആദ്യത്തെ തെറ്റിദ്ധാരണ എമർജൻസിയിൽ പോയാൽ എന്തായാലും പെട്ടെന്ന് ചികിത്സ കിട്ടും എന്നുള്ളതാണ്. എന്നാൽ സത്യമതല്ല. എമർജൻസിയിൽ ട്രയാജ് എന്നൊരു സിസ്റ്റമുണ്ട്. അതായത് ഡോക്ടർമാർ രോഗിയുടെ അവസ്ഥയുടെ ഗൗരവം നോക്കിയാണ് ആർക്ക് ആദ്യം ചികിത്സ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ചെറിയ അസുഖവുമായി ചെന്നാൽ ഒരുപക്ഷേ നിങ്ങൾ ഒപിയിൽ കാത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവിടെ കാത്തിരിക്കേണ്ടി വരും. ഇനി അടുത്തത്, ഒപിയിൽ കാണിക്കേണ്ട അസുഖങ്ങളല്ലേ, അത് സാരമില്ല, എത്ര വേണമെങ്കിലും കാത്തിരിക്കാം എന്നൊരു ചിന്ത. ഇതും തെറ്റാണ്. ഓർക്കുക, ഏതസുഖമാണെങ്കിലും ചികിത്സ വൈകുന്നത് അതിനെ കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കൂ. അതുകൊണ്ട് സമയത്ത് തന്നെ ഒപിയിൽ ഡോക്ടറെ കാണിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇതാണ് ഏറ്റവും അപകടകരമായ ഒരു തെറ്റിദ്ധാരണ. എമർജൻസിയിൽ പോകണമെങ്കിൽ ഡോക്ടറുടെ റെഫറൽ ലെറ്റർ വേണം എന്നത്. ഇത് 100% തെറ്റാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഒരു അടിയന്തര സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു റെഫറലും വേണ്ട. നേരെ അടുത്തുള്ള ESI ആശുപത്രിയുടെ എമർജൻസിയിലേക്ക് പോകാം. അപ്പോ നമ്മൾ ഇതിൽ നിന്നെല്ലാം എന്താണ് മനസ്സിലാക്കേണ്ടത്? വളരെ ലളിതമാണ്. ഈ സേവനങ്ങൾ എവിടെ എപ്പോൾ ഉപയോഗിക്കണമെന്ന് നമ്മൾ ശരിയായി മനസ്സിലാക്കിയാൽ നമ്മൾ നമ്മുടെ ആരോഗ്യം തന്നെയാണ് സംരക്ഷിക്കുന്നത്. അറിവോടെ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം നമുക്ക് ഏറ്റവും നല്ല ചികിത്സ ഉറപ്പാക്കും. ഇത് നിങ്ങളുടെയോ എന്റെയോ മാത്രം കാര്യമല്ല. നമ്മൾ ഓരോരുത്തരും ഈ സേവനങ്ങൾ ശരിയായി ഉപയോഗിക്കുമ്പോൾ ESI എന്ന ഈ വലിയൊരു സിസ്റ്റം നമുക്കെല്ലാവർക്കും വേണ്ടി കൂടുതൽ നന്നായി പ്രവർത്തിക്കും. അത് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടുത്തരവാദിത്വമാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട. നിങ്ങളുടെ അടുത്തുള്ള ESI ഡിസ്പെൻസറിയിൽ പോയി ചോദിക്കാവുന്നതാണ്. അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും തരും. അപ്പോ അറിവോടെയിരിക്കുക, ആരോഗ്യത്തോടെയിരിക്കുക.